Okay, today's message is how to nurture your vision. ഇന്നത്തെ സന്ദേശം എന്ന് പറയുന്നത് എങ്ങനെ നിങ്ങളുടെ ദർശനം നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ കഴിയും. Hallelujah. Hallelujah. We heard about faith and hope. നമ്മൾ വിശ്വാസത്തെക്കുറിച്ചും പ്രത്യാശയെക്കുറിച്ചും കേട്ടിട്ടുണ്ട്. Hope, there is no certainty. It can happen at any time, any day. There is no certainty for hope. പ്രത്യാശയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഉറപ്പൊന്നുമില്ല. ഏത് സമയത്തും ഏത് ദിവസവും അത് സംഭവിക്കാം. But faith is not for tomorrow. Faith is now. എന്നാൽ വിശ്വാസം എന്നതോ നാളേക്കുള്ളതല്ല, അത് ഇപ്പോൾ തന്നെ ഉള്ളതാണ്. Hebrew chapter 11 verses 1 says, now faith is. That means faith is for now. എബ്രായ ലേഖനം 11 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ പറയുന്നു, വിശ്വാസമോ ഇപ്പോൾ ഉള്ളത്. So what we see with the eyes of faith is actually what we have hoped for. നമ്മൾ വിശ്വാസത്തിന്റെ കണ്ണിലൂടെ കാണുന്നതാണ് നമ്മൾ ഈ പ്രത്യാശയിലേക്ക് നീങ്ങുവാനിടയായി തീരുന്നത്. Hallelujah. What we are seeing through hope, what we are expecting in hope, we are seeing through our faith. പ്രത്യാശയിലൂടെ നമ്മൾ എന്ത് കാണുന്നോ അതാണ് വിശ്വാസത്തിൽ നമ്മൾ ഉറപ്പിക്കുന്നത്. Hallelujah. Hallelujah. So hope is for tomorrow, faith is now. That means through faith you can bring future to the present. പ്രത്യാശ എന്നതോ നാളേക്കുള്ളതാണ്, വിശ്വാസം എന്നതോ ഇപ്പോൾ ഉള്ളതാണ്. So without faith you cannot have faith, because there is no point in hope if there is no faith. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ പ്രത്യാശയ്ക്ക് ഒരു അർത്ഥവും ഉണ്ടാകുകയില്ല. So hope is for hope is for the future, faith is the present. വിശ്വാസം എന്നതോ ഇപ്പോൾ ഉള്ളത്, പ്രത്യാശയുള്ളതോ നാളേക്കുള്ളതാണ്. Hallelujah. ഹല്ലേലൂയ. So increase your faith. അതുകൊണ്ട് നിന്റെ വിശ്വാസത്തെ വളർത്തിയെടുക്കുക. So that certain things supposed to happen on March, through faith you can bring it in February. ഹല്ലേലൂയ. വിശ്വാസം എന്നതോ നാളേക്കുള്ളതല്ല, മാർച്ചിലുള്ളതല്ല, അത് ഒരുപക്ഷെ ഫെബ്രുവരിയിലാണെങ്കിൽ ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് വിളിച്ചു വരുത്താവുന്നതാണ്. Because it is supposed to happen in April, but through faith you can bring it to March. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഏപ്രിലിൽ നിങ്ങൾ കാത്തിരിക്കുന്ന വിഷയം വിശ്വാസത്തിലൂടെ നിനക്കത് മാർച്ചിൽ കൊണ്ടുവരാൻ കഴിയും. So one saying again I would like to tell you, your faith is a seed. അതുകൊണ്ട് വിശ്വാസം എന്നതോ ഒരു വിത്ത് പോലെയാണ്. Hallelujah. ഹല്ലേലൂയ. And it has hope as a substance. Every faith there is a substance. That substance is hope. അതിന് ഒരു ഉറപ്പുള്ള വസ്തുതയാണ് പ്രത്യാശ എന്നുള്ളത്. So hope is okay. The substance, Hebrew word Esther, not Esther, it is Esther, YESYETZER, Etzer. എക്സർ എന്ന പദമാണ് അതിന് അർത്ഥമാക്കിയിരിക്കുന്ന പ്രത്യാശക്കുള്ളത്. In the coming seminar we would like to explain about Esther and Esther, dialogue is my dialogues. So many new words we are going to learn in these coming days. വരാനിരിക്കുന്ന സെമിനാറിൽ നമ്മൾ ചില പുതിയ പദങ്ങൾ പഠിക്കാൻ പോകുന്നതായിരിക്കും. അതിൽ എക്സ്റ്റർ എന്നുള്ളൊരു പദം കൂടെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. What God has shown in our life, get a hold of the seed of it. ദൈവം നമ്മുടെ ജീവിതത്തിൽ കാണിച്ചതോടുള്ളൊക്കെയും നമ്മൾ ഉറപ്പുള്ളതായതിനെ അതിനെ പിടിച്ചെടുക്കേണ്ടതാണ്. Hallelujah. ഹല്ലേലൂയ. Because whatever God promised you, ദൈവം എന്തൊക്കെയാണോ നിനക്കൊരു വാഗ്ദത്തമായി തന്നിട്ടുള്ളത്, it is a seed. അത് നിശ്ചയമായ ഒരു വിത്താണ്. Hallelujah. That seed will grow. ആ വിത്ത് നിശ്ചയമായി വളർന്ന് So വലുതാവും. what God has shown in your life, how He shows? Through dreams, through word, through prophecy, through vision, that is a seed. ദൈവം നിന്നോട് വാഗ്ദത്തമായി സംസാരിച്ച നിന്റെ സ്വപ്നത്തിലൂടെയും പ്രവചനത്തിലൂടെയും ദൈവവചനത്തിലൂടെയും കാണിച്ചതൊക്കെയും യഥാർത്ഥത്തിൽ ഒരു വിത്താണ്.
Hold it tightly because it is seed. It is very precious because that seed contains the potential. അത് കാണിച്ചതൊക്കെയും നീ ഇന്ന് മുറുകെ പിടിക്കുക. അതിലാണ് നിന്റെ സകല കാര്യങ്ങളും കിടക്കുന്നത്. Your seed will sprout one day. നിന്റെ വിത്ത് നിശ്ചയമായി പൊട്ടിമുളയ്ക്കും. But not only to hold it tightly, but right now begin to nurture it in the present in a vision form. അത് മുറുകെ പിടിക്കുക മാത്രമല്ല, അത് നീ സൂക്ഷിച്ച് അതിനെ വളർത്തി അതിനെ മെല്ലെ എടുക്കണം പുറത്തേക്ക്. So handle with care. അതുകൊണ്ട് വളരെ സൂക്ഷ്മയോടെ നിങ്ങൾ അതിനെ കൈകാര്യം ചെയ്യുക. We have to treat the seed with care. നമ്മൾ വിത്തിനെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. You have to treat the seed with care. നിങ്ങൾ വിത്തിനെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. It is an embryo form, very delicate. അത് ചെറിയൊരു രൂപത്തിലാണ് ഇരിക്കുന്നത്. Because recently the scientist says if they could alter the gene, they could alter the adult or whatever the gene is going to become. Scientist says if they could alter the gene of a thing, they could alter the adult. ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഈ ചെറിയ വസ്തുവിനകത്തിരിക്കുന്ന ജീനിനെ അവർക്ക് രൂപാന്തരപ്പെടുത്തുവാൻ കഴിഞ്ഞെങ്കിൽ നിശ്ചയമായി അതിൻ്റെ ഫലത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയും. നോ അങ്ങനെയല്ല. ഒരു ജീന് അതിനെ ആൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ, സപ്പോസ് ഇതൊരു എന്താ പറയുന്നത്, വളർന്ന് ഇപ്പോൾ ഒരു പശു ആകേണ്ടതിനെ അവർ പറഞ്ഞ ജീനിനെ ഇവിടുന്ന് ജീനിൽ തുടങ്ങി മാറ്റിയാൽ അവർക്കതിനെ ആടാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? കാരണം അഡൽട്ട് വരുമ്പോൾ അതെന്തായി തീരണമെന്നൊരു ജീനിലാണ് തീരുമാനിക്കുന്നത്. ആ ജീനിനെ അവർക്ക് ആൾട്ടർ ചെയ്ത് മാറ്റാൻ പറ്റുമെന്നെങ്കിൽ നിങ്ങളുടെ വിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സീഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ I will desire the things of God with all my heart. അതുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ദൈവിക കാര്യങ്ങൾ നിങ്ങൾ വിവേചിച്ച് മനസ്സിലാക്കുക. No, I will desire the things of God with all my heart, my entire mind, all my strength. എൻ്റെ സർവശക്തി കൊണ്ടും ജ്ഞാനം കൊണ്ടും ഞാൻ ദൈവത്തിൻ്റെ കാര്യങ്ങൾ മുറുകെ പിടിക്കാൻ പോകുകയാണ്. Because seed, that is your vision. Seed is vision. നിന്റെ വിത്ത് എന്ന് പറയുന്നത് നിന്റെ ദർശനമാണ്. Hallelujah. Hallelujah. So, treat it carefully. അതുകൊണ്ട് അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. Your vision as a seed will sprout one day. നിന്റെ ദർശനം നിശ്ചയമായി പൊട്ടിമുളയ്ക്കും. And now you have to add desire to see the future of that seed. ആ വിത്ത് അതിൻ്റെ യഥാർത്ഥ ഫലത്തിലേക്ക് വരേണ്ടതിന് നിനക്കതിന്മേൽ ഒരു തീവ്രമായ ആഗ്രഹം ഉണ്ടായിരിക്കണം. So it is not a normal commitment, full commitment of that desire for that things to come. അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ നിന്റെ ഭാഗത്തിൽ നിന്നും ആഴമായ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. Because many people have a doubt that I have so many visions but nothing so far, nothing sprout out. പലരും പറയുന്നു പലതരത്തിലുള്ള ദർശനം എനിക്കുണ്ട്, പക്ഷേ ഒന്നും തന്നെ പൊട്ടി മുളച്ചിട്ടില്ല. Hallelujah. What is the reason? What is the reason for that? അതിന്റെ കാരണം എന്താണ്? See, many have vision but no desire. They did not put desire to that vision. അതിന്റെ കാരണം ഇതാണ്, അവർക്ക് ദർശനമുണ്ടായിരുന്നു, പക്ഷേ ആ ദർശനത്തിന്റെ പിന്നിലുള്ള ആഴമേറിയ ഒരു ആഗ്രഹം അതിന്റെ പിന്നിൽ ഇല്ലാതെ പോയി. Now you have a mango seed. നിനക്കൊരു മാവിന്റെ ഒരു വിത്തുണ്ടെന്ന് സങ്കല്പിക്കുക. You should have a desire that this seed should be a mango tree. നിനക്കൊരാഗ്രഹം ഉണ്ടായിരിക്കണം, ഈ വിത്ത് ഒരു മാവായി മാറണമെന്ന്. If you keep that seed here, nothing will happen. ആ വിത്ത് ഈ മേശപ്പുറത്ത് വെക്കുകയാണെങ്കിൽ നിശ്ചയമായി ഒന്നും സംഭവിക്കുകയില്ല. As you know, see the seed has to pass through so many procedures. ഈ വിത്തെന്നുള്ള അനവധി ശോധനകളിലൂടെ കടന്നു പോകേണ്ടതാണ്. It will never go automatically. അത് സ്വാഭാവികമായി അതിന്റെ ഫലത്തിലേക്ക് You have to plant it.
നീ നിന്റെ ഭാഗത്തിൽ നിന്ന് അതിനെ ഒന്ന് നടേണ്ടതിരിക്കുന്നു, or you have to cultivate it, അതിനെ ഒന്ന് you വളർത്തിയെടുക്കാനുണ്ട്, have to water it, നിനക്ക് അതിനാവശ്യമുള്ള വെള്ളം and ഒഴിക്കേണ്ടതുണ്ട്, you have to see the atmosphere for it. അതിനാവശ്യമുള്ള അന്തരീക്ഷം ഉണ്ടായി കൊടുക്കണം. And that means you are adding desire to that. അതിന്റെ അർത്ഥം അതിന്റെ പിന്നിൽ ഒരു ആഗ്രഹം നീ അങ്ങ് That കൊടുക്കുക. is not a small desire, the full wholehearted desire. അത് ഒരു ചെറിയ കാര്യമല്ല, അത് പൂർണ്ണ ഹൃദയത്തോടെ കൊടുക്കുന്ന ഒരു കാര്യമാണ്. Okay, read on Proverbs 13 verses 12. സദൃശവാക്യം 13-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിക്കാം. I know that it is easy to understand if the message if it is directly in Malayalam, but unfortunately, sorry, because somebody wanted to listen it, let it be a great help for them. Okay, so thank you for your cooperation. ആശാവിളംബരം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു, ഇച്ഛാനുവൃത്തിയോ ജീവവൃക്ഷം തന്നെ. Hope deferred makes the heart sick, but when the desire comes, it is a tree of life. ആശാവിളംബരം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു, ഇച്ഛാനിവൃത്തിയോ ജീവവൃക്ഷം തന്നെ. Hope deferred makes the heart sick. Because ആശാവിളംബരം ക്ഷീണിപ്പിക്കുന്നു. see, I told you the hope is not for today but tomorrow, but you are expecting something. That is your hope. പ്രത്യാശ എന്നുള്ളത് ഇന്നത്തേക്കുള്ളതല്ല, അത് നാളത്തേക്കുള്ളതാണ്. Okay, delay, there is a time. I can adjust 1 month or 2 months. Okay, delay I can understand. But more than that, the expectation is prolonging, then automatically my heart gets sick. ആ വിഷയത്തിൽ, ആ പ്രത്യാശയിൽ സമയം ദീർഘമായി എടുക്കുന്തോറും എൻ്റെ പ്രത്യാശയ്ക്ക് ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കും. That means hope delayed, discouragement, depression will happen. അതുകൊണ്ട് എൻ്റെ പ്രത്യാശക്ക് ഭംഗം വരുമ്പോൾ അതനുസരിച്ച് എനിക്ക് കുറവുകൾ ഉണ്ടാവും, എനിക്ക് ഡിപ്രഷൻ ഉണ്ടാവും. കാരണം ഞാൻ ഉദ്ദേശിച്ച സമയത്ത് നടന്നിട്ടില്ലെങ്കിൽ എനിക്ക് നിരാശ വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കോട്ടയം നിലമ്പൂർ ട്രെയിനിൻ്റെ മുന്നിലേക്ക് ഒരു സഹോദരി 2 പെൺകൊച്ചുങ്ങളുമായിട്ട് ചാടി. 2 ദിവസമേ ആയിട്ടുള്ളൂ. ഒരു ക്രിസ്ത്യാനി പെണ്ണ് 2 കൊച്ചുങ്ങളെയും കൊണ്ട് ട്രെയിനിൻ്റെ മുന്നിൽ ചാടി പീസായിപ്പോയി. നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇതെപ്പോഴാണെന്നറിയോ? ഹോപ്പ് നഷ്ടപ്പെടുമ്പോഴാണ്. അപ്പം നിങ്ങൾ കേൾക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ആൻ ഓർഡിനറി മെസ്സേജ്, ഇറ്റ് ഈസ് ലൈഫ് ചേഞ്ചിങ് പാറ്റേൺ. ഹല്ലേലൂയ. അത് വലിയ ഡിഫിക്കൽട്ടി കാര്യങ്ങളൊന്നുമല്ല. അവർ ശരിയാണ്, പല ഹോസ്പിറ്റലിലും പോയി തട്ടി നോക്കി, അവർക്ക് ജോലി കിട്ടിയില്ല, ഭർത്താവുമായിട്ട് പിണങ്ങി നിൽക്കുന്നു, അവർക്ക് ജീവിക്കണം, 2 പെങ്കൊച്ചുങ്ങളാണ്. അവരോട് ആരെങ്കിലും സുവിശേഷം പറഞ്ഞിരുന്നെങ്കിൽ, ഞാൻ 100% പറയാം, അവർ ഒരു പ്രാവശ്യം ഇതിനകത്ത് കയറിയതെങ്കിൽ അവർ ആയുസ്സിൽ മരിക്കത്തില്ലായിരുന്നു, ആത്മഹത്യ ചെയ്ത് മരിക്കത്തില്ലായിരുന്നു. പറഞ്ഞു മനസ്സിലായോ? ഞാൻ തൃശ്ശൂർ പറഞ്ഞതുപോലെ വി ആർ വെരി സെൽഫിഷ്. ഐ ടെൽ യു, വി ആർ വെരി സെൽഫിഷ്. നമുക്ക് ഓരോ ദിവസവും അവിടെ അത് മരിച്ചു, ഇവിടെ ഇങ്ങനെ മരിച്ചു, അത് വായിക്കാനേ അല്ല ദൈവം നമ്മളെ അഭിഷേകം ചെയ്തത്. അതിൻ്റെ സൊല്യൂഷനാണ് നമ്മുടെ കയ്യിലുള്ളത്. പക്ഷെ നമുക്കെന്തില്ല? ആത്മഭാരം എന്ന് പറയുന്ന കാര്യമില്ല. പൗലോസ് പറഞ്ഞു, ഞാൻ സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. നമ്മൾ സെൽഫിഷ് ആകുന്നത്, പൗലോസ് പറഞ്ഞു, അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ് മനുഷ്യർ സ്വസ്നേഹികളാകും. അവർക്ക് അവരുടെ കാര്യങ്ങളേ ഉള്ളൂ. മറ്റുള്ളവർക്ക് അവർ ട്രെയിനിൽ ചാടുവോ ബസ്സിൽ ചാടുവോ അവർക്കത് പ്രശ്നമല്ല. അതുകൊണ്ടാണ് ആ ഫോട്ടോസ് എന്ന് വന്ന സഹോദരി പറഞ്ഞത്, ആ ഗണേഷ് സാറ് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെ വന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. നിങ്ങൾ എല്ലാവരോടും പറഞ്ഞിരുന്നെങ്കിൽ അവരൊക്കെ വന്ന് രക്ഷപ്പെടുമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ പേര് അമ്പിളി അല്ലേ? എല്ലാ ആഴ്ചയും ഞാൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ എന്നെ എഴുന്നേറ്റ് നിന്നേ. ഇവർക്ക് 1 മാസമായിരുന്നു, 1.5 മാസം. നിങ്ങളുടെ പ്രശ്നം
1 മാസത്തിൽ കൂടുതൽ അവർക്ക് പ്രശ്നങ്ങളായിരുന്നു. രാജു എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞു, തിരുവനന്തപുരത്ത് എൻ്റെ അടുത്ത് വന്നാൽ ആൾ ശരിയാകുമെന്ന്. അത്രയും ഉറപ്പാണ് പറഞ്ഞത്. അവർ വന്നു, 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ശരിയായോ? ആയോ ഇല്ലയോ? ആയി. ആകെ ഞാൻ എടുത്തത് 5 മിനിറ്റാണ്. ഒരു വ്യക്തിയെ അവർ ഹോസ്പിറ്റലിൽ പോയി ഇത്രയും മരുന്നും കഴിച്ചിട്ട് ഒരു വിടുതലുമില്ലാതിരിക്കുന്ന സമയത്താണ് ഞാൻ രാജുവിനോട് പറയുന്നത്, തിരുവനന്തപുരത്ത് വന്ന് കയറിയാൽ 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി തരാം. ഇപ്പം എല്ലാ കേസും അങ്ങനെയാണോ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷെ എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് എനിക്കറിയാം. ഹല്ലേലൂയ. അല്ലാതെ ഞാൻ സകലകലാ വല്ലഭനും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരുന്നൊന്നുമല്ല. അത് എൻ്റെ വിശ്വാസം വർദ്ധിച്ചാൽ അത് നടക്കും. പക്ഷേ ഇപ്പോഴത്തെ കാര്യം ഞാൻ പറയാം, എനിക്ക് പറ്റുമെന്ന് ഉറപ്പ് ആത്മാവിലുണ്ടെങ്കിൽ ഞാൻ ധൈര്യം തരും, കൊണ്ടുപോവാ. ഹല്ലേലൂയ. പക്ഷെ നിങ്ങൾ ഇരുന്നോളൂ. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരൊറ്റ മെസ്സേജ് കേട്ടാൽ മതി, ആത്മഹത്യ ചെയ്യാൻ പോകുന്നവൻ അവിടുന്ന് അടുത്ത വണ്ടി പിടിച്ച് തിരിച്ചു വരും. ഹല്ലേലൂയ. അവൻ തിരിച്ചു വരും. കാരണം മരണം എന്ന് പറയുന്നത്, ആത്മഹത്യ എന്ന് പറയുന്നത് തോൽവിയുടെ ലക്ഷണമാണ്. നീ തോൽക്കാനല്ല. God never created you for a failure, for a great success. He has created you for a great success because He has got a divine plan for your life. ദൈവം നിന്നെ സൃഷ്ടിച്ചത് മരിക്കാനല്ല, പരാജയപ്പെടാനല്ല, ജയിക്കാൻ വേണ്ടി തന്നെയാണ്. Hallelujah. Hallelujah. So if you have hope, നിനക്ക് പ്രത്യാശ ഉണ്ടെങ്കിൽ, and you have little faith, നിനക്ക് അല്പം വിശ്വാസമുണ്ടെങ്കിൽ, but the problem is you don't have the desire. പക്ഷേ അതിന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അതിനുള്ള താല്പര്യമില്ല. So hope is delays, then automatically the discouragement and the depression will come. Heart will sick. അതുകൊണ്ട് നിന്റെ പ്രത്യാശയ്ക്ക് കാര്യങ്ങൾ നീങ്ങി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിനക്ക് നിരാശ കയറി വരുവാൻ സാധ്യതയുണ്ട്. Vision is not in your head, vision is in your head, that means in your heart. ദർശനം എന്ന് പറയുന്നത് നിന്റെ ചിന്തകളിൽ, നിന്റെ തലയിലല്ല, നേരെ മറിച്ച് ദർശനം എന്ന് പറയുന്നത് നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതാണ്. Why God gave vision in your heart instead of your brain? എന്തുകൊണ്ടാണ് ദൈവം ദർശനം നിന്റെ ഹൃദയത്തിൽ തന്നത്? എന്തുകൊണ്ട് നിന്റെ തലച്ചോറിൽ വെച്ചില്ല? Because the vision, if the vision is in your heart, you can visualize your vision. നിന്റെ ഹൃദയത്തിൽ ദർശനമുണ്ടെങ്കിൽ നിനക്കത് ദർശിക്കുവാൻ കഴിയുന്നതാണ്. Hallelujah. 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 You know what you mean by visualize? ദർശിക്കുക എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? See, ഇല്ലാത്ത ഒന്നിനെ ഉള്ളതുപോലെ കാണുന്നതിന്റെ പേരാണ് വിഷ്വലൈസേഷൻ. അത് നിന്റെ ബ്രെയിനിന് പറ്റത്തില്ല, നിന്റെ ഹാർട്ടിന് പറ്റും. Hallelujah. അതുകൊണ്ട് God gave this vision not in your brain but in your heart, so that you can visualize your vision, because otherwise you can see your vision. ദൈവം ഈ ദർശനം നിന്റെ ഹൃദയത്തിൽ തന്നത് നിനക്ക് നിന്റെ ദർശനം കാണുവാനാണ്. Hallelujah. Because if it is in the heart, you can see that vision. നിന്റെ ഹൃദയത്തിലാണെങ്കിൽ നിശ്ചയമായി നിന്റെ ദർശനം നിനക്ക് കാണുവാൻ കഴിയും. Hallelujah. Hallelujah. You should see your vision. You should be able to see your vision. നിന്റെ ദർശനം നിനക്ക് കാണുവാൻ കഴിയണം. Hallelujah. 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 മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ദർശനത്തെ നിങ്ങൾ കാണണം. നിങ്ങളുടെ പ്രശ്നങ്ങളെ കാണാൻ ഞാൻ പറഞ്ഞില്ല. നിങ്ങളുടെ നല്ല നാളെ ഇപ്പൊ കാണണം, നല്ല ആരോഗ്യത്തെ ഇപ്പൊ കാണണം, വരാൻ പോകുന്ന നന്മകളെ ഇപ്പൊ കാണണം. ഇതെല്ലാം ഒരു വിത്താണ്. ആ വിത്തിലേക്ക് നിങ്ങൾ ആഗ്രഹം ചേർക്കാൻ പോകുന്നു പകൽക്കാലം. ഓ ജീസസ്. ആ വിത്തിലേക്ക് why you are adding desire to that seed. നിന്റെ വിത്തിലേക്ക് ആഗ്രഹം നിറയ്ക്കാൻ പോവുകയാണ്. Hallelujah. Hallelujah. Even though you have vision, നിനക്ക് ദർശനമുണ്ടെങ്കിലും, but if you don't have a desire, നിനക്ക് അതിനോടൊപ്പം ആഗ്രഹമില്ലെങ്കിൽ, then vision is just vision, that's all. അപ്പൊ പിന്നെ ദർശനം ദർശനമായി തന്നെ നിൽക്കും. That's the main reason we have so many visions but nothing is what you call finalized yet. അതുകൊണ്ടാണ് പലർക്കും പല ദർശനങ്ങളുണ്ട്, ആ ദർശനങ്ങളൊക്കെ അങ്ങനെ തന്നെ നിൽക്കും. So today's message is you are going to add desire to it.
ഇന്നത്തെ സന്ദേശം എന്ന് പറയുന്നത് നിന്റെ ദർശനത്തിലേക്ക് നീ ആഗ്രഹം കൊണ്ട് നിറയ്ക്കാൻ പോവുകയാണ്. 13:12. Proverbs 13:12. സാക്ഷ്യം 13:12. Any other NLT? Hope deferred make the heart sick. പ്രത്യാശ അല്ലാതുപോലെ തന്നെ. Hope deferred make the heart sick, but a dream fulfilled is a tree of life. No. Desire comes, it is a tree of life. So what we need? The desire. Say a desire. ആഗ്രഹം എന്ന് പറയുക. Hallelujah. The desire. You have to have desire. So when there is no hope, there is no vision in the heart. പ്രത്യാശയില്ലെങ്കിൽ ഹൃദയത്തിൽ ദർശനം ഉണ്ടാകത്തില്ല. Hallelujah. ഹല്ലേലൂയ. When there is no hope, you should have a hope. നിങ്ങൾക്ക് ഒരു പ്രത്യാശ ഉണ്ടായിരിക്കണം. You should have hope. നിങ്ങൾക്ക് നിശ്ചയമായ ഒരു പ്രത്യാശ ഉണ്ടായിരിക്കണം. If there is no hope, then there is no vision in the heart. പ്രത്യാശയില്ലെങ്കിൽ ഒരിക്കലും ഒരു ദർശനം ഹൃദയത്തിൽ കാണുകയില്ല. Then the heart becomes sick. അങ്ങനെ വരുമ്പോൾ ഹൃദയം ക്ഷീണിക്കുവാനിടയായി തീരും. Hallelujah. But when the desire comes, ആഗ്രഹം വരുമ്പോൾ it will automatically become a tree of life. അത് ജീവന്റെ വൃക്ഷമായി മാറുവാനിടയായി തീരും. Hallelujah. Hallelujah. Because this is just what you call, it's a seed. Mango seed. ഇതൊരു വെറും വിത്താണ്, ഒരു മാങ്ങയാണ്. And you are adding desire. അതിലേക്ക് നമ്മൾ ആഗ്രഹം നിറയ്ക്കുക. What is your desire? ആഗ്രഹം എന്താണ്? You don't want to see this as it is. You want to see a tree in it because it contains a tree in it. A mango plantation is inside the tree. അതിൻ്റെ അകത്ത് നിശ്ചയമായ ഒരു വൃക്ഷം ഉണ്ട്. This mango seed got a mango plantation. അതിൻ്റെ അകത്ത് വലിയൊരു തോട്ടമുണ്ട്. That is the potential of this seed. അതാണ് ഈ വിത്തിന്റെ അന്തസത്ത. So my desire is to see that it become a tree. എൻ്റെ ആഗ്രഹമോ ഈ വിത്ത് ഒരു വലിയ വൃക്ഷമായി മാറണം. So how I'll add desire? എങ്ങനെ എനിക്ക് അതിലേക്ക് ആഗ്രഹം നിറയ്ക്കാൻ കഴിയും? Can you tell me? നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? How can I add desire to this seed? ഈ വിത്തിലേക്ക് എങ്ങനെ എനിക്ക് ആഗ്രഹം കൊണ്ട് നിറയ്ക്കാൻ കഴിയും? If I don't have any desire to the seed, ഞാൻ ഒരു ആഗ്രഹവും ഈ വിത്തിലേക്ക് പകർന്നില്ലെങ്കിൽ, I just ignore the seed. ഞാൻ ഇതിനെ അവഗണിച്ചു എങ്കിൽ, Sometimes I'll throw the seed. ഒരുപക്ഷെ ഞാൻ ആ വിത്ത് താഴോട്ടിടും. I ignore the seed. ഞാൻ അതിനെ പൂർണ്ണമായി അവഗണിച്ചു. But when the desire comes, പക്ഷേ ആഗ്രഹം വരുമ്പോൾ I take back the seed. ഞാൻ ആ വിത്തിനെ തിരിച്ചെടുക്കും. I plant the seed. ഞാൻ വീണ്ടും അതിനെ നടും. And I water the seed. ഞാൻ വീണ്ടും അതിലേക്ക് ജലാശയം And I ഒഴിക്കും. look after the seed. ഞാൻ ആ വിത്തിനെ ഒന്ന് And പരിപാലിച്ചു I നോക്കും. watch over the seed. ഞാൻ അതിന്മേ സൂക്ഷ്മമായി And now പരിശോധിക്കും. the seed became a plant. ഇപ്പോൾ ആ വിത്ത് ഒരു വൃക്ഷമായി വരാൻ തുടങ്ങും. Hallelujah. My full commitment, my full dedication, that is the desire, I'll add to this tree. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ഇതിനെ പരിപാലിക്കുകയും ചെയ്യും. Hallelujah. Hallelujah. I spend my precious time. I invest my precious time എൻ്റെ വിലപ്പെട്ട സമയമൊക്കെയും ഞാൻ ഈ വിത്തിന് വേണ്ടി ചെലവഴിക്കുന്നു. to this. ഈ And വിത്തിന് I വേണ്ടി would ചെലവഴിക്കും. like to see the tree in the seed. എൻ്റെ ആഗ്രഹം ഈ വിത്തിന്റെ അകത്ത് ഞാൻ ആഗ്രഹിക്കുന്ന വൃക്ഷം പുറത്തേക്ക് വരണം. Hallelujah. ഹല്ലേലൂയ. See, if I keep on adding my desire to this seed will become a mango plant. എൻ്റെ ആഗ്രഹം ഞാൻ ഈ Mango വിത്തിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് താമസിക്കാതെ ഒരു മാവായി മാറും. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? So far okay. So you nurtured by desire. Okay. Desire different degrees. ആഗ്രഹം എന്ന് പറയുന്ന പല തട്ടിലാണ് ഇരിക്കുന്നത്. Hallelujah. Desire, there are different degrees for desire. അത് പല ലെവലിലാണ് ഈ ആഗ്രഹം കിടക്കുന്നത്. Some that extend, that means they would give all their time to it. ചിലവര് ഇതിന്റെ പിന്നാലെ അവരുടെ പൂർണ്ണ സമയം അത് ചെലവഴിക്കും. See? Some that extend, they would give all their time to it. ചിലത്
ഇതിന്റെ പിന്നാലെ അവരുടെ പൂർണ്ണ സമയം അവർ ചെലവഴിക്കും. Some isolate themselves to concentrate on desire to fulfillment. ചിലവര് മറ്റ് കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തി ഈ ഒരു ആഗ്രഹം നിവർത്തിക്കാൻ വേണ്ടി അവർ സമയം ചെലവഴിക്കും. I'll explain this clearly. Desires, there are different levels of desires. ആഗ്രഹം എന്ന് പറയുന്ന പല ലെവലുകളുണ്ട് ഈ ആഗ്രഹത്തിന്റെ അകത്ത്. When God gave me a prophecy, ദൈവം എനിക്കൊരു പ്രവചനം തരുമ്പോൾ that I will cast out demons, and when I pray for the sick they get healed. ഞാൻ ഭൂതങ്ങളെ പുറത്താക്കും, അല്ലെങ്കിൽ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവർ സൗഖ്യമാവുമെന്ന്. 1992 July 11th I got saved and baptized. 1992 ജൂലൈയിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. After 3 months, that means August, September, October. 3 മാസം കഴിഞ്ഞപ്പോൾ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, there was a prophecy that I will cast out demons. എൻ്റെ മേൽ ഒരു പ്രവചനം ഉണ്ടായിരുന്നു, ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുമെന്ന്. It was very difficult for me to digest. എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ആ സമയത്ത്. Over and over so many prophecies on that. അതോടൊപ്പം തന്നെ അനവധി പ്രവചനങ്ങൾ അങ്ങനെ തന്നെ വന്നുകൊണ്ടിരുന്നു. So it was very clear that it is not human wisdom, this is divine wisdom. അങ്ങനെ അനവധി പ്രാവശ്യം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് മനുഷ്യജ്ഞാനമല്ല, അത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. And I caught that vision. ഞാൻ ആ ദർശനം അങ്ങ് മുറുകെ പിടിക്കും. I bought that vision. ഞാൻ ആ ദർശനം വാങ്ങി. I made it is mine. ആ ദർശനം എൻ്റെ സ്വന്തമാക്കി ഞാൻ. Hallelujah. 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 Then I started adding wish, desire to that. ഞാൻ എപ്പോൾ ആ ദർശനത്തിലേക്ക് ആഗ്രഹം നിറയ്ക്കാൻ തുടങ്ങിയപ്പോൾ, I know that it is not a normal game. എനിക്കറിയാം ഇതൊരു സാധാരണ കാര്യമല്ല. It is really a spiritual warfare. ഇതൊരു വലിയ ആത്മീയ യുദ്ധക്കളമാണെന്ന്. So normal anointing is not enough for this. സാധാരണ ഒരു അഭിഷേകം കൊണ്ട് ഈ പരിപാടിക്ക് ഇറങ്ങാൻ പറ്റുന്നതല്ല. See, how can you play games in the battlefield? യുദ്ധക്കളത്തിൽ നിനക്ക് പോയി തമാശ കളിക്കാൻ പറ്റുമോ? Hallelujah. So you should be very careful because you are handling a serious matter. നീ വളരെ സൂക്ഷിച്ചു വേണം അതിലേക്ക് പോകാൻ. കാരണം ഗൗരവമുള്ള വിഷയം കൈകാര്യം ചെയ്യാം. Because when God show you something, ദൈവം നിനക്കൊരു കാര്യം കാണിക്കുമ്പോൾ, as I told you, there is a season. That means sowing season is different, harvesting is different. വിതയ്ക്കുന്നതിന് കാലങ്ങളും സമയങ്ങളും ഉണ്ട്. വിതയ്ക്കാൻ ഒരു സമയമുണ്ടെങ്കിൽ കൊയ്യാൻ ഒരു സമയമുണ്ട്. Hallelujah. 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 So when seeding time, you had to do that. വിത്ത് വിതയ്ക്കുന്ന സമയത്ത് അത് തന്നെ ചെയ്യേണ്ടിയിരിക്കും. And you had to wait for the harvest. കൊയ്ത്തിന് വേണ്ടി ഒരു കത്തിരിപ്പുണ്ട്. So I knew that as soon as I got the prophecy, tomorrow will never become, but tomorrow I will. Not next day, but one day. ഈ പ്രവചനം ലഭിച്ചപ്പോൾ പിറ്റേ ദിവസം തന്നെ നടക്കത്തില്ല, പക്ഷെ നിശ്ചയമായി അടുത്ത് തന്നെ ഒരു ദിവസം വരുന്നുണ്ട്. It took almost years together for the completion of that. അതിന് പൂർത്തീകരണത്തിലേക്ക് വരുവാൻ ഏകദേശം വർഷങ്ങൾ എടുക്കേണ്ടി വന്നു. Still it is the procedure. I am in the process too. അത് ഇപ്പോഴും അതിന്റെ അകത്ത് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. Hallelujah. 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 But I decided to, not only I bought that vision, I decided to nurture my vision. ഞാൻ ആ ദർശനം വാങ്ങിയത് മാത്രമല്ല, ഞാൻ വാങ്ങിയതിന് ശേഷം അതിനെ മെല്ലെ വളർത്തിയെടുക്കുവാൻ തുടങ്ങി. As I told you, different degrees of commitment for that desire. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ദർശനത്തിന് പല ലെവലുകളിലുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ട്, താല്പര്യമുണ്ട്. My commitment was almost 60%. എൻ്റെ ഇതിൻ്റെ അകത്തുള്ള താല്പര്യം എന്ന് പറയുന്ന ഏകദേശം 60% എന്ന് വേണമെങ്കിൽ പറയാം. So I started selecting anointed friends.
അതുകൊണ്ട് ഞാൻ അഭിഷേകമുള്ള ചില വ്യക്തികളെ സഹോദരന്മാരായി അല്ലെങ്കിൽ കൂട്ടുകാരായി ഞാൻ തിരഞ്ഞെടുക്കാൻ I തുടങ്ങി. started reading anointed books. ഞാൻ അഭിഷേകമുള്ള പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. I decided to fast for a long fasting. അതിനൊപ്പം തന്നെ ദീർഘദിവസങ്ങൾ ഉപവസിക്കാൻ ഞാൻ I തീരുമാനമെടുത്തു. decided to sit in the presence of God, harvest together. ഞാൻ ഇതിനു വേണ്ടി മണിക്കൂറോളം ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ഞാൻ ഒരു തീരുമാനമെടുത്തു. I knew that I had to cut off some friends. എനിക്കറിയാം ചില കൂട്ടുകാരെയും കൂട്ടുകെട്ടുകളെയും ഞാൻ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് Because some എനിക്കറിയാം. friends are sheer waste of time. There is no use. കാരണം അത്തരം കൂട്ടുകെട്ടുകൾ വെറും എന്നെ നേരം പോക്കായി മാറും. They eat your time. അവർ നിന്റെ വിലപ്പെട്ട സമയം ഭക്ഷിച്ചു കഴിയും. My wife is here. She is the witness. എൻ്റെ പ്രിയ ഭാര്യ ഇവിടെ ഉണ്ട്, അവർ സാക്ഷിയാണ്. So I decided to cut off all these unnecessary things. ആവശ്യമില്ലാത്തതൊക്കെയും ഞാൻ എന്നിൽ നിന്ന് അകറ്റുവാൻ തുടങ്ങി. Instead of eating biryani 3 times, I decided to fast for 21 to 40 days. ബിരിയാണി 3 നേരം ഭക്ഷിക്കുന്നതിന് പകരമായി ഞാൻ 21-40 ദിവസവും ഉപവസിക്കാൻ തീരുമാനിച്ചു. This is a way I added desire to the tree. എൻ്റെ വൃക്ഷത്തിലേക്ക് ഞാൻ എങ്ങനെയാണ് ആഗ്രഹം ചേർത്തത്, ഇങ്ങനെ തന്നെയാണ് ഞാൻ ചേർത്തോണ്ടിരുന്നത്. Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. See, anointing itself, I got an anointing in a little what you call drop in the beginning. ആദ്യ കാലങ്ങളിൽ എനിക്ക് ഈ അഭിഷേകം എന്ന് പറയുന്ന തുള്ളി പോലെയാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. Hallelujah. So I made desire to that. പക്ഷെ ഞാൻ ആ ആഗ്രഹം ഞാൻ ചേർത്ത് കൊടുത്തു. That seed started growing. ആഗ്രഹം ഞാൻ ചേർത്ത് കൊടുത്തപ്പോൾ അഭിഷേകം വളരുവാൻ തുടങ്ങി. Now I'll walk in the presence. ഇപ്പോൾ ഞാൻ ആ സാന്നിധ്യത്തിൽ That's നടക്കുവാൻ one തുടങ്ങി. reason when I say, അതുകൊണ്ടാണ് ഞാൻ പറയുമ്പോൾ, see, this is because the anointing is growing. ഇതിന്റെ കാരണം ഈ അഭിഷേകം വളർന്നു Anointing is developing. അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ അഭിഷേകം. Hallelujah. When you are in the presence, ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ that നിൽക്കുമ്പോൾ, means your total commitment. That means your desire. You are adding your desire. That is a total commitment for that vision. But I paid the price. പക്ഷെ ഞാൻ ഇതിന് പിന്നിൽ ഒരു വലിയ വില കൊടുത്തു. I paid the price. ഞാൻ ഇതിന് പിന്നിൽ ഒരു വലിയ വില കൊടുത്തു. I paid the price for it. ഞാൻ ഇതിനു വേണ്ടി ഒരു വലിയ വില കൊടുത്തു.